മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? മക്കളിക്ക് സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് നമുക്ക് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോയാലോ? ഇന്നത്തെ വീഡിയോ എന്തുവാന്ന് എല്ലാവർക്കും ഒരു ആകാംക്ഷയല്ലേ? 4 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഇത് 2 ദിവസം ഇവിടെ കിടക്കട്ടെ എന്നൊക്കെ. അപ്പൊ അതൊക്കെ ഇന്നിപ്പോ എന്തായി എന്ന് നോക്കാം. ഇതിന് മുമ്പ് എങ്ങനെ ഇരുന്നു, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ ഇപ്പൊ ഞാൻ കാണിക്കാം. കണ്ടിട്ടൊന്ന് അഭിപ്രായം എല്ലാവരും ഒന്ന് പറയണേ മക്കളെ. ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഫ്രണ്ട് വശമാണ് ഇത്. നല്ല കിളച്ച് എല്ലാം ലെവലാക്കി ഇട്ടു. വളവും ഉടൻ ചിപ്സും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിരത്തി ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഈ സൈഡ് ഫ്രണ്ടിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇത് ഇവിടെ ക്ലിയർ ആക്കി. ഇതാ എൽ ഷേപ്പിലുള്ള ആ ഒരു പാർട്ടാണ് കേട്ടോ. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ സൈഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഉരുളക്കിഴങ്ങ് വന്നത് അത് പെട്ടെന്ന് വിളിച്ചു വന്നു കേട്ടോ. കണ്ടോ മക്കളെ, ഇങ്ങേ സൈഡ് ഞാൻ പറഞ്ഞില്ലേ ബ്രോക്കോളി, ബീൻസ്, മുളക് എല്ലാം നിന്ന സ്ഥലമാണ് ഇതെല്ലാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ മുമ്പ് എങ്ങനെ ഇരുന്നു, ഇപ്പൊ എങ്ങനെ ഇരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. കണ്ടോ ഡിഫറൻസ് മനസ്സിലായോ? ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് വിടണേ മക്കളെ. ഈ സൈഡെല്ലാം നല്ല സെറ്റാക്കി കേട്ടോ. ഇനിയിപ്പം വേറൊരു സൈഡ്, അതായത് കഴിഞ്ഞ വർഷത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ബോർഡറുമാതിരി ഞാനിങ്ങനെ ബാക്ക് സൈഡിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഗാർഡൻ അല്ലേ, അപ്പോൾ കല്ല് പോലെ ആകുന്നില്ല, മണ്ണൊന്നും എല്ലാം മിക്സ് ചെയ്തിടുന്നുണ്ടേ. ഇവിടെ ക്ലിയർ ആക്കി. ഇവിടെ ഞാൻ ഉലുവായിട്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, പിന്നെ മല്ലി ഇട്ടിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കിയല്ല. അപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചില്ല, അതാണ് ആ ഒരു കളർ വ്യത്യാസം കേട്ടോ. അപ്പുറത്ത് വെള്ളം ഒഴിച്ചതാണ്. പിന്നെ ഈ സൈഡും ഇതും അതുപോലെ ഞാൻ വീടിൻ്റെ ചുറ്റിനും എല്ലാം ബോർഡർ ആക്കിയതാണ് കേട്ടോ. ഇവിടെ നല്ല ക്ലിയർ ആക്കി ഞാൻ മണ്ണെല്ലാം ഒരുക്കി എല്ലാം കിളച്ച് പറിച്ചിട്ടിരിക്കട്ടെ. അടുത്ത ഊഴം അമ്മക്കിളിയുടേത് എന്താണെന്നറിയാണ്ട്, ഇത് ഞാൻ പച്ചക്കറികളെല്ലാം നട്ട സ്ഥലമാണ് കേട്ടോ. കഴിഞ്ഞ വർഷമേ ഞങ്ങൾ ബോക്സ് അടിച്ചുകൊണ്ട് മണ്ണ് കുറവായിരുന്നു, അന്ന് മണ്ണ് തീർന്നു പോയായിരുന്നു, പിന്നെ വാങ്ങിക്കാൻ നേരം കിട്ടിയില്ല. പിന്നെ ഉള്ള മണ്ണ് കൊണ്ടാണ് ചെടികൾ വെച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് മണ്ണും വെള്ളവും ഉടഞ്ചിപ്പും എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ക്ലിയർ ആക്കിയ ക്ലീനിങ് പണി കംപ്ലീറ്റ് തീരും. പിന്നെ നമുക്ക് അങ്ങോട്ട് ചെടി നടുന്ന പാടേ ഉള്ളൂ കേട്ടോ. നാളെ കൊണ്ട് നടണം. ഞാൻ കിളച്ച് മറിച്ചോണ്ടിരിക്കുവാന്നേ. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം കേട്ടോ. വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ ഇതെല്ലാം. ഇഷ്ടം പോലെ മൺപുഴു ഉണ്ട് കേട്ടോ. ഒരു പിടി മണ്ണെടുത്ത് അതിനകത്ത് ഒരു 5-6 എണ്ണമെങ്കിലും കാണും, അത്രയുണ്ട് കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് ഒരു ചാരത്തിന്റെ കളർ തോന്നില്ല. ഈ പ്രാവശ്യം ഗാർഡൻ സോയിൽ വാങ്ങിച്ചത് ചാരത്തിന്റെ കളറിലുള്ളതാ കിട്ടിയത്, അതാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഈ മണ്ണിന്റെ കൂടെ ചേരുമ്പോൾ കറക്റ്റ് ആ കളറെല്ലാം ഒന്നായിക്കോളും, ഒന്നും പ്രയാസമില്ല. സങ്കടപ്പെടേണ്ട ആരും ഇതെന്തെങ്കിലും ചാരത്തിന്റെ കളർന്ന്. അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചേർത്തിടാം കേട്ടോ. ഇതാ മക്കളെ, എന്റെ പച്ചക്കറി നടന്നതിന്റെ സ്ഥലം കണ്ടോ, എല്ലാം നല്ല കിളച്ച് വിട്ട് വളവും ഉടൻ ചിപ്സും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നല്ല ലെവലാക്കി പാത്തിയെടുത്ത് വാനം തോണ്ടി റെഡിയാക്കി വിട്ടു. അപ്പുറത്ത് വെളുത്തുള്ളിയും പുതിനായി അങ്ങനെ തന്നെ നിർത്തി വെട്ടിച്ചൂട്ടി മണ്ണിട്ടു. കാരണം അതിപ്പം വെളുത്തുള്ളി പറിക്കാറായിട്ടില്ല, ഇനി സമയമാകും കേട്ടോ. പുതിന അങ്ങ് കാട് കയറി വന്നിരിക്കുക. കുറേ ഞാൻ പറിച്ചിപ്പം റോഡിൽ കൊണ്ടുപോയി വെച്ച് ആരെങ്കിലും വേണ്ടി ഒരിടത്തോണ്ട് പൊക്കോളും. നടനിയോർക്കും കൊണ്ടുപോകാം, അങ്ങനെ ഇഷ്ടംപോലെ കൊണ്ടുപോയി വെച്ച് വന്നവർക്കൊക്കെ കൊടുക്കുവാണ്. അതുപോലെ കൃഷിക്കുള്ള സ്ഥലങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു. ഇനിയിപ്പം ഉള്ളത് കൃഷി അങ്ങോട്ട് ഇറക്കണം. അതായത് നമ്മുടെ വാങ്ങിച്ചോണ്ട് വന്ന ചെടികളും അല്ലാത്തതും ഞാൻ വിത്ത് വിതച്ചതും എല്ലാം അങ്ങോട്ട് നടാൻ തുടങ്ങാം. അപ്പം ചെടി വെക്കുന്നിടമായാലും ചക്കറി വെക്കുന്നിടമായാലും എല്ലായിടും നല്ല ക്ലീൻ ചെയ്ത്. എങ്ങനെയുണ്ട് നമുക്ക് ഇപ്പൊ ക്ലീൻ ആയില്ലേ? നല്ല വൃത്തിയുണ്ടോ എന്ന് പറയണം കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമുക്ക് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ. നമ്മുടെ